അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ, 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ അര, അതായത് 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ശുക്രൻ 12-ലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. കുറച്ച് മൂടിയായിട്ടിരിക്കുന്ന, അഥവാ ഒരു ഒറ്റയ്ക്കിരിക്കണം എന്ന് ഒരു തോന്നലൊക്കെ വന്നേക്കാവുന്ന ഒരു സമയമാണ്. മുന്നോട്ട് വന്ന് ഉള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയെന്നിരിക്കില്ല. പുറകിൽ നിന്നുകൊണ്ട്, അഥവാ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കേണ്ട പല പ്രവർത്തനങ്ങളും നടത്തുന്നതാണ്. അതുകൊണ്ട് പിന്നീട് അതുകൊണ്ടുള്ള പ്രയോജനം അവർക്ക് സിദ്ധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളും മറ്റും അവർക്കുണ്ടാകാം. വീട് അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടോ വാഹനം സംബന്ധിച്ചോ ഉള്ള ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ക്ഷീണം ഉണ്ടാകും. അത് കണ്ണിന് കൂടുതൽ എക്സേർഷൻ കൊടുത്തിട്ട് കണ്ണ് സംബന്ധമായിട്ടുള്ള, അഥവാ ശിരസ്സ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ ഒക്കെ ഉണ്ടാകും, ഉറക്കക്കുറവ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആരോഗ്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. വിശ്രമം ഉണ്ടാകാനും വേണ്ട സമയം ഉറങ്ങാനും ഒക്കെ സാധിക്കണം. കുടുംബത്തിൽ ഉള്ളവർ തന്നെ, കുടുംബത്തിലല്ലാതെ പുറത്ത് താമസിക്കുന്ന കുടുംബാംഗങ്ങളോ കസിൻസോ അങ്ങനെയുള്ള ബന്ധുക്കളോ ഒക്കെ ആയിട്ടുള്ളവരുമായിട്ട് ഉള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അതുകൊണ്ടുണ്ടാകുന്ന കുടുംബാന്തരീക്ഷത്തിലുണ്ടാകുന്ന ഒരു സൗഖ്യം ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പരിഹാരമായിട്ട് ഇവർക്ക് പറയാവുന്നത് വിഷ്ണു ക്ഷേത്ര ദർശനം, അവിടെ തുളസി മുതലായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടുള്ള മാല സമർപ്പണം, ഗന്ധം സമർപ്പിക്കുക, ചന്ദനമുട്ടി മുതലായിട്ടുള്ളവ സമർപ്പിക്കാം. അതുപോലെ തന്നെ മഞ്ഞ വസ്ത്രം ക്ഷേത്ര സമർപ്പണം ചെയ്യുക, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുന്നതും അതുപോലുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യുന്നതും ഒക്കെ ഗുണകരമാണ്. അങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ഇപ്രകാരമുള്ള പരിഹാരങ്ങൾ ചെയ്തു പോരുന്നത് നല്ലതാണ്.